സിക്ക് കൂളിംഗ് ഇല്ലെന്ന് കസ്റ്റമർ വിളിച്ചു പറഞ്ഞു. നമ്മൾ ചെന്ന് നോക്കിയപ്പം ഒട്ടും ഗ്യാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം കാണിക്കാനാണ് ഞങ്ങളെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ആ എ സിയുടെ പൈപ്പാണ് വന്നിരിക്കുന്നത്. 5.8ഉം 3.8ഉം ആണ് വന്നിരിക്കുന്നത്. 3.8 അല്ല, ക്വാർട്ടറാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് 3.8. അതുപോലെ 5.8ഉം ക്വാർട്ടറുമാണ് വന്നിരിക്കുന്നത്. പൈപ്പിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ കണ്ട്, ഫുള്ള് ബെൻഡായിട്ടുണ്ട്. നല്ലപോലെ ബെൻഡായിട്ടുണ്ട്, മേളിലോട്ടും ബെൻഡായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് ഇല്ല. 2-3-4 പ്രാവശ്യം ഗ്യാസ് റീഫില്ലിംഗ് ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ എന്നാലും ഗ്യാസ് ചാർജ് ചെയ്തിട്ട് നിൽക്കുന്നില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ വന്ന് നോക്കി ഇപ്പം തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. ഇത് കണ്ടൻസർ കോയിൽ വന്നിരിക്കുന്ന അലൂമിനിയം വന്നിരിക്കുന്നത്. കണ്ടല്ലേ, അലൂമിനിയം കോയിലാണ് വന്നിരിക്കുന്നത്. അതാണ്ട് ഈ ഭാഗത്ത് കണ്ട് ഒരു ഓയിലടിച്ച പോലെ ഉണ്ട്. ഒന്ന് ലീക്ക് ഉണ്ടെങ്കിൽ നമുക്കിവിടെ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ, ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെ. മിക്കവാറും അതായിരിക്കണം ലീക്ക്. പിന്നെ വേറെ ലീക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. ഇത് ഒരു ഇടുക്കാണ് സ്ഥലം, കണ്ടല്ലേ, ഒരു ഈ സ്ഥലത്തിനകത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു ബെൻഡിങ് ഉണ്ട്. ഈ ബെൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ ഇത് കറക്റ്റായിട്ടുള്ള കണ്ടൻസേഷൻ നടക്കത്തില്ല കേട്ടോ. കാരണം പൈപ്പ് വലുത് 2 ടണ്ണിൻ്റെ മെഷീനാണ്. അതുകൊണ്ടല്ലേ 2 ടണ്ണിൻ്റെ മെഷീനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊന്ന് കസ്റ്റമറോട് പറഞ്ഞിട്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.